ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ആദ്യം കുറച്ച് പൊട്ടറ്റോ കട്ട് ചെയ്തത്, അതിനകത്ത് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞതും, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കനും ഒക്കെ നമുക്കൊന്ന് ഇട്ടിട്ട്, പിന്നെ നമുക്ക് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. എന്നിട്ട് പിന്നെ നമുക്കൊരു മുട്ടയും കൂടി വേണം. അപ്പോൾ നമുക്കൊരു എഗ്ഗും കൂടി അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കുക, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. എങ്ങനെയുണ്ട്? കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മളിത് എയർ ഫ്രയറിനകത്താട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി അതിനകത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കപ്പയൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മളൊന്ന് കപ്പ പുഴുങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളമൊക്കെ വെച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ അതിനകത്തോട്ട് കപ്പയും കൂടി ഇട്ട് മൂടി വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിക്കൻ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് അതും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ. അതിന് മുമ്പ് ഒരു ആർഭാടത്തിന് നമുക്ക് കുറച്ച് കണ്ണിമാങ്ങാച്ചാറും കൂടി ആകാം അല്ലേ. അപ്പോൾ കുറച്ച് കണ്ണിമാങ്ങാച്ചാറും കപ്പയും ഇതും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്.